ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് പാർവതി വിജയൻ. ജനങ്ങളുടെ കഴിവും കരുത്തും രാജ്യത്തിന്റെ വികസനത്തിനായി പ്രയോജനപ്പെടുത്തണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ശ്രീ സത്യസായി ബാബയുടെ ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി പുട്ടപർത്തിയിലെ പ്രശാന്തി നിലയത്തിൽ നടന്ന പ്രത്യേക സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. സമഗ്രവും സുസ്ഥിരവുമായ വളർച്ചയ്ക്ക് മുൻഗണന നൽകാൻ G20 രാജ്യങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദക്ഷിണാഫ്രിക്കയിലെ ജൊഹനാസ്ബർഗിൽ G20 ഉച്ചകോടിയുടെ ആദ്യ സെഷനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ആഗോള വികസന മാനദണ്ഡങ്ങൾ പുനഃപരിശോധിക്കാൻ ഉചിതമായ സമയമാണിതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്ത് പതിറ്റാണ്ടുകൾ പഴക്കമുള്ള തൊഴിൽ നിയമങ്ങൾ ലളിതമാക്കുന്നതിനും കാര്യക്ഷമമാക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ള 4 പുതിയ തൊഴിൽ കോഡുകൾ ഇന്നലെ നിലവിൽ വന്നു. 2019 വേതന കോഡ്, 2020 ഇൻഡസ്ട്രിയൽ റിലേഷൻസ് കോഡ്, 2020 സാമൂഹിക സുരക്ഷാ കോഡ്, 2020 തൊഴിൽ സുരക്ഷാ ആരോഗ്യം ജോലി സാഹചര്യ കോഡ് എന്നിവയാണ് പ്രാബല്യത്തിലായത്. കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന തൊഴിൽ കോഡ് പരിഷ്കരണങ്ങൾ സംസ്ഥാന സർക്കാർ സൂക്ഷ്മമായി വിലയിരുത്തുകയാണെന്ന് മന്ത്രി വി ശിവൻകുട്ടി. സംസ്ഥാനത്തിന്റെ തനതായ തൊഴിൽ ബന്ധങ്ങളെയും ട്രേഡ് യൂണിയൻ അവകാശങ്ങളെയും ദുർബലപ്പെടുത്തുന്ന നീക്കങ്ങൾ സംസ്ഥാന സർക്കാർ അനുവദിക്കില്ലെന്നും മന്ത്രി പറഞ്ഞു. കേരളത്തിൽ വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി എന്യൂമറേഷൻ ഫോം വിതരണം അവസാനഘട്ടത്തിലേക്ക് കടന്നതായി മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. 99% ഫോമുകളുടെ വിതരണം പൂർത്തിയാക്കി. തിരുവനന്തപുരത്ത് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പൊതു തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് സ്ഥാപിച്ചിട്ടുള്ള അനധികൃത ബാനറുകൾ, ബോർഡുകൾ, കൊടികൾ, തോരണങ്ങൾ എന്നിവയുടെ പരിശോധന ഊർജിതമാക്കാനും ശക്തമായ നടപടി സ്വീകരിക്കാനും സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ജില്ലാ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർക്ക് ആവശ്യമായ നിർദ്ദേശം നൽകാൻ ജില്ലാ കളക്ടർമാരോട് കമ്മീഷൻ ആവശ്യപ്പെട്ടു. സംസ്ഥാനത്ത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനു വേണ്ടി സമർപ്പിച്ചിട്ടുള്ള നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്ന് നടന്നു. സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുന്നതിനുള്ള നോട്ടീസ് മറ്റന്നാൾ ഉച്ചകഴിഞ്ഞ് 3 മണിവരെ വരണാധികാരിക്ക് നൽകാം. ശബരിമല തീർത്ഥാടനം കുറ്റമറ്റതാക്കാൻ മന്ത്രി VN വാസവന്റെ നേതൃത്വത്തിൽ പമ്പ ശ്രീരാമസാകേതം ഹാളിൽ ഉന്നതതല യോഗം ചേർന്നു. തിരക്കനുസരിച്ച് സ്പോട്ട് ബുക്കിംഗിന്റെ എണ്ണം വർദ്ധിപ്പിക്കാനും 18ാം പടിയിൽ 1 മിനിറ്റിൽ കയറുന്ന ഭക്തരുടെ എണ്ണം 85ആക്കി ഉയർത്താനും യോഗം തീരുമാനിച്ചു. ശബരിമല സ്വർണ്ണപ്പാളി കേസ് അന്വേഷണത്തിൽ കേന്ദ്ര ഏജൻസിയുടെ ഇടപെടലിന് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. കേസിൽ FIR രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞാൽ നിയമപരമായ നീക്കത്തിലൂടെ കേന്ദ്ര ഏജൻസിക്ക് അന്വേഷണം ഏറ്റെടുക്കാൻ സാധിക്കുമെന്നും അദ്ദേഹം കോഴിക്കോട്ട് മാധ്യമങ്ങളോട് പറഞ്ഞു. താമരശ്ശേരി രൂപതയുടെ കുടിയേറ്റ ശതാബ്ദി ആഘോഷ പരിപാടികൾക്ക് തുടക്കമായി. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു. ഭീമാപള്ളി ഉറൂസിന് കൊടിയേറി. ഭീമാപള്ളി മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് S. അബ്ദുൾ ജബ്ബാറും വൈസ് പ്രസിഡന്റ് ഹലീൽ റഹ്മാനും ചേർന്ന് പതാക ഉയർത്തിയതോടെ ഈ വർഷത്തെ ഭീമാപള്ളി ഉറൂസിന് തുടക്കമായി. കേരളത്തിൽ അടുത്ത 5 ദിവസം ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിൽ ഇന്നും നാളെയും മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. 56ാമത് ഇന്ത്യ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന്റെ ഭാഗമായി ജമ്മുകാശ്മീർ ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പും പ്രദേശത്തിന്റെ ചലച്ചിത്ര സാധ്യതകൾ എടുത്തുകാട്ടുന്നതിനായി വേവ്സ് ഫിലിം ബസാറിൽ ജമ്മുകാശ്മീർ പവലിയനും സജ്ജീകരിച്ചിട്ടുണ്ട്. കാഴ്ച പരിമിതർക്കായുള്ള പ്രഥമ വനിതാ T20 ലോകകപ്പ് ഫൈനലിൽ കടന്ന് ഇന്ത്യ. നേപ്പാളിനെയാണ് ടീം ഇന്ത്യ കലാശ പോരാട്ടത്തിൽ നേരിടുക. ഇന്ത്യക്കെതിരായ 2ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ദക്ഷിണാഫ്രിക്കയ്ക്ക് ഭേദപ്പെട്ട തുടക്കം. 1ാം ദിനം കളി അവസാനിക്കുമ്പോൾ 6 വിക്കറ്റിന് 247 റൺ എന്ന നിലയിലാണ് സന്ദർശകർ. എറണാകുളം ജില്ലാ അഗ്രി ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റി സംഘടിപ്പിക്കുന്ന 42ാമത് കൊച്ചിൻ ഫ്ലവർ ഷോ ഡിസംബർ 24 മുതൽ ജനുവരി 4 വരെ മറൈൻ ഡ്രൈവിൽ നടക്കും. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ പുഷ്പമേളയാണ് കൊച്ചിൻ ഫ്ലവർ ഷോ. കണ്ണൂർ കരുവഞ്ചാൽ വായാട്ടുപറമ്പിൽ ഓയിൽ മില്ലിൽ ഉണ്ടായ തീപിടുത്തത്തിൽ വൻ നാശനഷ്ടം. സെന്റ് ജോസഫ് ദേവാലയത്തിന് സമീപത്തെ ഗ്രാമിക ഓയിൽ മില്ലിലാണ് ഇന്ന് രാവിലെ തീപിടുത്തമുണ്ടായത്. കാസർഗോഡ് മണിയാട്ടെ കോറസ് കലാസമിതി സംഘടിപ്പിച്ച 12ാമത് NN പിള്ള സ്മാരക സംസ്ഥാന പ്രൊഫഷണൽ നാടക മത്സരം നാളെ സമാപിക്കും. സമാപന സമ്മേളനത്തിൽ മന്ത്രി VN വാസവൻ ചലച്ചിത്ര മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം നടി ഉർവശിക്ക് സമ്മാനിക്കും. അനധികൃതമായി ഓൺലൈനിൽ മരുന്ന് വിൽപ്പന നടത്തിയ സ്ഥാപനത്തിനെതിരെ നടപടി സ്വീകരിച്ച് സംസ്ഥാന ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ്. എറണാകുളം വടക്കൻ പരവൂരിലെ സ്ഥാപനത്തിനെതിരെയാണ് നടപടി. കേരളത്തിൽ ഇതാദ്യമായാണ് ഓൺലൈനിൽ അനധികൃത മരുന്ന് വിൽപ്പന നടത്തിയ സ്ഥാപനത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.